ബ്ലെൻഡർ വളരെ സിമ്പിളായ ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പ്രോഗ്രാമിങ് അതിൽ വളരെ ഇങ്ങനെ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുക അതുപോലത്തെ ഒരു സെറ്റിങ്സ് അല്ല ബ്ലെൻഡറിലുള്ളത്. നമ്മൾ ബ്ലെൻഡറിൽ നമുക്ക് കുറച്ച് കണക്ട് ചെയ്ത് വെച്ചാൽ ചെറിയ ഭാഗങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാണ് ഓപ്ഷൻസ് കണക്ട് ചെയ്ത് വെച്ചാണ് ഇപ്പോൾ സ്ക്രാച്ചിലെ പോലെയും ചെറിയ ഓപ്ഷൻസ് കണക്ട് ചെയ്ത് വെച്ചാണ് ബ്ലെൻഡറിൽ നമ്മൾ പ്രോഗ്രാമിംഗ് തയ്യാറാക്കുന്നത്. നമുക്ക് ബ്ലെൻഡറിലേക്ക് പോവാം. ഇതിലാണ് നമുക്ക് 3D ഗെയിമുകൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. അതായത് പബ്ജി, ഫ്രീ ഫയർ പോലുള്ള അതുപോലത്തെ ഗെയിമുകൾ 3D ഗെയിമുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ബ്ലെൻഡറിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ഞാൻ തുറന്നു. ബ്ലെൻഡർ സോഫ്റ്റ്വെയർ തുറന്നാൽ കാണുന്ന ഈ ഒരു ചിത്രം നമുക്ക് ലെഫ്റ്റ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളയാവുന്നതാണ്. ലെഫ്റ്റ് ബട്ടൺ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായി ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഏത് ബട്ടൺ മൗസിൽ ഞാൻ നിങ്ങൾക്ക് ഏത് മൗസിലെ ബട്ടൺ അമർത്തുന്നുവോ ആ ബട്ടൺ അല്ലെങ്കിൽ കീബോർഡിൽ ഏത് ബട്ടൺ പ്രസ് ചെയ്യുന്നുവോ ആ ബട്ടൺസ് ഏതൊക്കെയാന്ന് നമുക്ക് ഇവിടെ ഒരു ചിഹ്നത്തിൽ കാണാൻ സാധിക്കും. അപ്പം ഞാൻ ആ ഒരു സംവിധാനം ഒരുക്കുകയാണ്. ഇവിടെ സ്ക്രീൻ കാസ്റ്റ് കീ സ്റ്റാർട്ട് ഡിസ്പ്ലേ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മൗസിൻ്റെ ചിത്രം കാണാവുന്നതാണ്. ചെറിയൊരു മൗസിൻ്റെ അത് ഞാൻ വലിപ്പം കൂട്ടാം. ഓക്കെ, വലിപ്പം കൂട്ടി. ഓക്കെ, ഞാൻ പകർച്ചു. അപ്പോൾ ഇതാണ് ഒരു 3D വ്യൂവ്. ഒരു സാധനം നടുക്കിക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ ബ്ലെൻഡർ തുറന്നു വന്നാൽ നമ്മൾ കാണുന്ന ഒരു വിൻഡോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ വസ്തുക്കളാണ് എന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഇത് എന്ന് പറയുന്നത് ഒരു ക്യാമറയാണ്. ഈ ഒരു കറുത്ത സംഭവം കാണുന്നത് ക്യാമറയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ലൈറ്റിന്റെ സോഴ്സാണ്. ഇതിനെ ഒരു ലാമ്പ് എന്ന് നമ്മൾ വിളിക്കും. ഇതൊരു ലൈറ്റ് തരുന്ന സോഴ്സാണ്. അതായത് ഇവിടെ ഇരിക്കുന്നത് ഒരു ക്യൂബാണ്. ഇതിന് 4 വശങ്ങളുണ്ട്. നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ് ക്യൂബ്. ഷേപ്പുകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലാമ്പ് കാണാവുന്നതാണ്. ഈ ലാമ്പ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വെളിച്ചം തരുന്നു. ലാമ്പാണ് നമുക്ക് വെളിച്ചം തരുന്നത്. ഈ ലാമ്പ് വലതുവശത്താണ് ഇരിക്കുന്നതെങ്കിൽ ഈ ക്യൂബിന്റെ വലതുവശത്ത് പ്രകാശമുണ്ടായിരിക്കും, വെളിച്ചമുണ്ടായിരിക്കും. ബാക്ക് വശത്ത് ഷെയ്ഡ് ആയിരിക്കും. അതായത് ഇതുപോലെ റെൻഡേർഡിൽ കണ്ടോ, മുകളിലായിരുന്നു ലൈറ്റിന്റെ സോഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രകാശം വരുന്നത്. ഇവിടേക്ക് ഷെയ്ഡ് ആയിരിക്കും. മുകളിലായിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ലൈറ്റ് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പുറത്തെ പിൻഭാഗത്തൊക്കെ ഷെയ്ഡാണ്. അപ്പോൾ ലൈറ്റ് പതിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് സാധാ ഇതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വസ്തുക്കൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏതൊക്കെയാണ്. പിന്നെ നമുക്ക് ഓരോ വസ്തുക്കൾ എങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് പല വസ്തുക്കളായിട്ട് സെലക്ട് ചെയ്യണം. ഈ ക്യാമറ നമുക്ക് സെലക്ട് ചെയ്യണം വിചാരിക്കാം. അപ്പം എന്ത് ചെയ്യാം, മൗസിലെ റൈറ്റ് ബട്ടൺ ഈ ക്യാമറയുടെ അവിടെ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്താൽ, നമ്മൾ ക്ലിക്ക് ചെയ്താൽ എന്തുണ്ടാവും, ആ ക്യാമറ സെലക്ട് ആവും. മൗസിലെ റൈറ്റ് ബട്ടൺ ഇവിടെ ഈ ലാമ്പ് ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്താൽ എന്തുണ്ടാകും, ആ ലാമ്പ് ക്ലിക്ക് ആവും, സെലക്ട് ആവും. ഇനി തിരിച്ച് ക്യൂബിക്ക് കൊണ്ടുവരണമെങ്കിൽ ക്യൂബിന്റെ മേലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സിമ്പിൾ. സോ ഇപ്പോൾ ക്യൂബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇത് സൂം ആക്കണം. അതായത് ഈ ക്യൂബ് ഇങ്ങനെ സൂം ആക്കണം എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ മൗസിന്റെ ലേഔട്ടിൽ സൂം ചെയ്യുന്നത് എങ്ങനെ, സൂം ഔട്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് നമുക്ക് ഈ മൗസിൽ കാണാവുന്നതാണ്. അതായത് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പിക്ചർ സൂം ചെയ്യുക, അല്ലെങ്കിൽ ഫയൽ മുകളിലേക്കും താഴത്തേക്കും വെക്കുക, അതുപോലെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിക്കണം എന്ന് വിചാരിക്കുക. അതായത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പല വ്യൂവിൽ കാണാനുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മൗസിലെ സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യണം, മനസ്സിലായാലോ? പ്രസ് ചെയ്യുക, അതോടൊപ്പം ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് സ്ക്രീന്. ഇനി അടുത്തത് ഷിഫ്റ്റ്. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നീക്കണമെന്ന് വിചാരിക്കുക. ഇപ്പൊ പല ഭാഗത്തായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്താൽ ഈ ക്യൂബ് ഇവിടെയൊക്കെ ആയിരിക്കും,
നമുക്ക് എങ്ങനെ വെച്ചാലും ആ ക്യൂബ് കറക്റ്റ് നടുവേക്ക് ഈ ഒരു ഭാഗം കാണുന്ന വിധത്തിൽ സൂം ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഷിഫ്റ്റ് ഉപയോഗിച്ച് ഈ സ്ക്രോൾ ബട്ടൺ കൊണ്ട് നീക്കിയാൽ നമുക്ക് അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം, സൂം ചെയ്യാവുന്നതാണ്. അതായത് സൈഡ് ടു സൈഡ് നീക്കുവാനും മുകളിലേക്കും താഴത്തേക്കും ആയിട്ട് ഇങ്ങനെ ഒരു അലൈൻമെന്റ് ചെയ്യാനാണ് എന്ത് ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് സ്ക്രോൾ ബട്ടൺ അമർത്തുന്നത്. സ്ക്രോൾ ബട്ടൺ വെറുതെ അമർത്തുന്നത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാനും, ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് സ്ക്രോൾ ബട്ടൺ അമർത്തുന്നത് സൈഡ് ടു സൈഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കി വെക്കാനായിട്ടും. ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. നമ്മൾ ഇവിടെ ഒരു ഗ്രിഡ് കാണുന്നില്ലേ, ഗ്രിഡ് ഒരു ഗ്രിഡ് ഇവിടെ കള്ളി ആയിട്ട് കാണുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഗ്രിഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിന്റെ സെന്റർ ആണ്. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും നമുക്ക് കാണാം. ഈ ചുവപ്പ് നിറത്തിൽ കാണുന്ന ആക്സിസ് ഒരു ആരോ ആണ്, ചുവപ്പ് നിറത്തിൽ കാണുന്ന ആരോ ആണ് എന്ത് എക്സ് ആക്സിസ്. പച്ച നിറത്തിൽ കാണുന്ന ആരോ ആണ് വൈ ആക്സിസ്. നീല നിറത്തിൽ കാണുന്ന ആരോ ആണ് എന്ത് സെഡ് ആക്സിസ്. നമുക്ക് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വൈ ആക്സിസ് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ വൈ ആക്സിസ് നീക്കാവുന്നതാണ്. ഇനി നമുക്ക് എക്സ് ആക്സിസ് ഈ ക്യൂബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുവാനാണ് ഈ എക്സ് ആക്സിസ് ഉപയോഗിക്കാൻ. നമുക്ക് ക്യൂബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ എക്സ് ആക്സിസുമേ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ആക്സിസിലൂടെ തന്നെ നീക്കാവുന്നതാണ്. ഒരു വടി പോലത്തെ ഒരു സംഭവം വരും, അതിലൂടെ നമുക്ക് നീക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വൈ ആക്സിസുമേ നമുക്ക് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്നതാണ്. കൂടാതെ ക്യൂബിനെ നമുക്ക് മോളിക്ക് അങ്ങോട്ട് നീക്കണം വിചാരിക്കുക, മോളിക്ക് കൊണ്ടുപോകണം. ഒരു ടവറൊക്കെ ആണെങ്കിൽ ടവർ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഈ ക്യൂബ് അങ്ങോട്ട് മോളിക്കായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഈ സെഡ് ആക്സിസ് നമുക്ക് മോളിക്ക് കൊണ്ടുപോകാവുന്നതാണ്. സെഡ് ആക്സിസ് ഉപയോഗിച്ച് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മോളിക്കും താഴത്തേക്കും ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എന്ത് പഠിക്കാം? അപ്പോൾ സെലക്ട് ചെയ്യുന്നതും ഡ്രാഗ് ചെയ്യുന്നതും മൂവ്മെന്റ്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിനെ വലിപ്പം ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഒരു പ്ലസ് ഷേപ്പിലെ ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നുവല്ലോ. അതെന്താണ്? അതെന്ന് പറയുന്നത് കേഴ്സർ ആണ്. കേഴ്സർ എന്നാണ് അതിന് പേര്. അതായത് നമ്മൾ സീന് ഡിഫോൾട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യണ സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ മൗസിന്റെ അവിടേക്ക് നോക്കൂ, മൗസ് കീയുടെ അവിടേക്ക് നോക്കൂ, ഇതിന്റെ അവിടെ ഈ ചിഹ്നം നമ്മൾ കാണാറുണ്ട്. അതായത് റൈറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ എന്തെങ്കിലും റൈറ്റ് ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടറിൽ റൈറ്റ് ചെയ്യാനായിട്ട് റൈറ്റർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ചിഹ്നം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അത് കൊണ്ടുപോയിട്ട് എവിടെ വെച്ചാലും, റൈറ്ററിൽ എവിടെ വെച്ചാലും ആ ഒരു വര പോലത്തെ സംഭവം അവിടെ വരും. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് എവിടെ വെച്ചാലും കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്താലും നമുക്ക് വേണ്ട സ്ഥലത്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വര അവിടെ വരും. അപ്പോൾ അതാണ് കേഴ്സർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അത് നമ്മുടെ സാധാ കേഴ്സർ, ഇവിടെ ബ്ലെൻഡറിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേഴ്സർ നമ്മുടെ ഒരു യൂസിന് വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതാണ് ബ്ലെൻഡറിലെ കേഴ്സർ എന്ന് പറയുന്നത്. നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്ത് എന്ത് ആഡ് ചെയ്യാനും പുതിയ വസ്തുക്കൾ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഇതുകൊണ്ട് സാധിക്കും. അതായത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ഇപ്പോൾ കേഴ്സർ എന്ന് പറയുന്നത്, ബ്ലെൻഡറിലെ കേഴ്സർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ പേര് കേഴ്സർ എന്നാണ്. നമുക്കിത് ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്നതാണ്. ഓക്കെ, ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്നതാണ്. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി. അപ്പോൾ തിരിച്ച് ഈ കേഴ്സറിനെ നമുക്ക് മോളിക്കാക്കി നമുക്ക് തിരിച്ച് നടുക്കിക്ക് ആക്കണം എന്ന് വിചാരിക്കുക. അതിനൊരു ഓപ്ഷൻ ഉണ്ടോ? ഈ കേഴ്സർ നമ്മൾ നടുക്കിക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുക്കിൽ കൊണ്ടുപോയി സെലക്ട് ചെയ്തു. പക്ഷെ അത് നടുക്കിലാണോ? അല്ല, ക്യൂബിന്റെ സൈഡിലായിട്ട് വന്നേ. കറക്റ്റ് നടുവ് എവിടെയാണ്? ഇവിടെയാണ്. ആ ക്യൂബിന്റെ നടുവിൽ അവിടെ ആയിട്ടാണ്. അപ്പൊ കറക്റ്റ് ഒരു മിനിറ്റ്, ഞാൻ ഈ ക്യൂബിനെ അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ ഗ്രിഡിന്റെ നടു ഇവിടെയാണ്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. നടുവിലായോ? ഇല്ല, അത് മോളിലാണ്. എന്തുകൊണ്ടാണത്?
അത് കറക്റ്റ് അലൈൻ ചെയ്യാൻ നമുക്ക് അങ്ങനെ പറ്റില്ല. വെറുതെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബട്ടൺ അവിടെയും ഇവിടെയും ക്ലിക്ക് ചെയ്തുകൊണ്ട് അലൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കറക്റ്റ് സെൻറ്ററിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് എസ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഷിഫ്റ്റ് എസ് എന്നൊരു ഓപ്ഷൻ അമർത്തുക. ഷിഫ്റ്റ് എസ് അമർത്തിയ ഒരു സ്നാപ്പ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കിട്ടും. അതിൽ കേഴ്സർ ടു സെൻറ്റർ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അർത്ഥം മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ സാധിക്കും. കേഴ്സർ ടു സെൻറ്റർ എന്ന് വെച്ചാൽ കേഴ്സർ സെൻറ്ററിലേക്ക് ആക്കുക. കേഴ്സർ ടു സെലക്റ്റഡ്, നമ്മൾ ഏത് വസ്തുവാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ ക്യൂബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്ത വസ്തുവിൻ്റെ അവിടേക്ക് കേഴ്സർ ആക്കുക. ഇപ്പം നമുക്ക് ആവശ്യം കേഴ്സർ സെൻറ്ററിൻ്റെ അവിടേക്ക് ആക്കാം. കേഴ്സർ സെൻറ്ററിൻ്റെ അവിടേക്ക് ആക്കി. സെൻറ്ററിൻ്റെ അവിടേക്ക് വന്നു കേഴ്സർ. കറക്റ്റ് അത് അലൈൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇനി ക്യൂബ് കുറച്ച് അങ്ങോട്ട് നീക്കി കൊടുക്കാം. ഇനി അപ്പോൾ നമുക്ക് സൈസ് കൂട്ടാൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്യൂബിൻ്റെ സൈസ് എങ്ങനെ കൂട്ടാം? ക്യൂബിൻ്റെ സൈസ് എസ് എന്ന അക്ഷരം ഉപയോഗിച്ച് നമുക്ക് കൂട്ടാവുന്നതാണ്. എസ് എന്ന അക്ഷരം കൊണ്ട് എന്ന അക്ഷരം കീബോർഡിൽ നമ്മൾ അമർത്തുമ്പോൾ അത് സൈസ് കൂട്ടാനായിട്ട് എസ് എന്ന അക്ഷരം അമർത്തിയിട്ട് മൗസ് ഒന്നും ചെയ്യണ്ട. മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കൂട്ടും കുറയ്ക്കും ആയിട്ട് ചെയ്യാം. ഇനി എത്ര സൈസ് നമുക്ക് വേണോ അത്രയും സൈസ് ആക്കിയിട്ട് നമുക്ക് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ, മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ സൈസ് അവിടെ തന്നെ ഇരിക്കും. ഇപ്പം എനിക്ക് ചെറുതാക്കണം വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു? എസ് അമർത്തി അങ്ങോട്ട് കൊണ്ടുപോയി മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ ചെറുതായിട്ട് അവിടെ ആ ഒരു സൈസിൽ ഇരുന്നത്. അപ്പം പഴയ സൈസിലേക്ക് തന്നെ കൊണ്ടുവരാം, കുറച്ച് വലുതാക്കി. ഓക്കെ. ഇനി നമ്മൾ ഇപ്പം അറിയാണ്ട് നമ്മൾ സൈസ് എസ് അമർത്തി, നമ്മൾ അറിയാണ്ട് അമർത്തിയതാണ് എസ് അമർത്തി. നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എസ് അമർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കിത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഇതിപ്പോൾ എന്താ ചെയ്യുക? ക്യാൻസൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് അത്ര വലിപ്പത്തിലിരിക്കും. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? പഴയ വലിപ്പത്തിൽ തന്നെ നമുക്ക് വേണം. ക്യാൻസൽ ചെയ്യാനായിട്ട് റൈറ്റ് ബട്ടൺ, മൗസിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതവിടെ ക്യാൻസൽ ആവും. ഓപ്പറേഷൻ ക്യാൻസൽ ആവും. ഇപ്പം നമ്മൾ ചെറുതാക്കി എന്നിട്ട് എനിക്ക് അത്ര വലുപ്പം വേണ്ടോ അറിയാണ്ട് എസ് അമർത്തി. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഞാൻ റൈറ്റ് ബട്ടൺ മൗസിൽ അമർത്തുന്നു. അപ്പോൾ എന്തുണ്ടാവും? അത് പഴയ വലുപ്പത്തിൽ തന്നെ ഇരിക്കുന്നു. ഓക്കെ. അപ്പോൾ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ആയിട്ട് പഠിച്ചു. ഇനി റൊട്ടേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൊട്ടേറ്റ് ചെയ്യാൻ റൊട്ടേറ്റിൻ്റെ ഫസ്റ്റ് ലെറ്ററായ ആർ അമർത്തുക. ചെറിയൊരു ലോജിക് ഉണ്ടായതിനാൽ, ഈ ചെറിയൊരു കോമൺ സെൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. റൊട്ടേറ്റിൻ്റെ ഫസ്റ്റ് ലെറ്ററായ ആർ അമർത്തിയാൽ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇത് വെറും ആർ അമർത്തിയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ്? തലങ്ങും വിലങ്ങുമായിട്ടാണ് റൊട്ടേറ്റ് ആവുന്നത്. തലങ്ങും വിലങ്ങും. ഇപ്പോൾ കണ്ടോ, ക്യൂബ് ഇരിക്കുന്ന സ്ഥിതിയിലല്ല ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡയമണ്ട് പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് പഴയതുപോലെ തന്നെ കാണാം. വേറെ സംഭവം സെലക്ഷൻ ടു കേഴ്സർ. ഷിഫ്റ്റ് എസ് ഉപയോഗിച്ച് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ പൊസിഷനും പിന്നെ കേഴ്സറിൻ്റെ പൊസിഷനും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ആർ അമർത്തിക്കൊണ്ട് ഞാൻ അതിനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഡയമണ്ട് ഷേപ്പ് ആയെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനെ എങ്ങനെ കറക്റ്റ് ഒരു മീഡിയത്തിലൂടെ അല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ തലങ്ങും വിലങ്ങുമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വൈ ആക്സിസിലൂടെ റൊട്ടേറ്റ് ചെയ്യാം. വൈ ആക്സിസ് എങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം? ആർ അമർത്തുക. നമ്മൾ എന്ത് ചെയ്യാം? ആർ അമർത്തുക. നമ്മളൊന്നും ചെയ്യണ്ട. അതായത് മൗസ് അനക്കാൻ പാടില്ല. ആർ അമർത്തിക്കൊണ്ട് അപ്പം തന്നെ എക്സ് അമർത്തുക. ആർ അമർത്തിക്കൊണ്ട് എക്സ് അമർത്തിയാൽ എക്സ് ആക്സിസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇനി വൈ ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആർ അമർത്തിക്കൊണ്ട് വൈ അമർത്തിയാൽ വൈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? സിമ്പിളായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമുക്ക് സെഡ് ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? ആർ അമർത്തുക, സെഡ് അമർത്തുക. അപ്പോൾ നമുക്ക് സെഡ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ. ഇത്ര കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ വേറൊരു കാര്യം, ആർ അമർത്തി വൈ എന്നും അമർത്തി നമുക്ക് ഇതിങ്ങനെ തിരിച്ചു കറക്റ്റ് ഇതിൻ്റെ ഇങ്ങനെ അമർത്തണം വിചാരിക്കാം. 90 ഡിഗ്രിയിൽ നമുക്ക് ചരിക്കണം. അപ്പം എന്ത് ചെയ്തു? നമ്മളിങ്ങനെ തിരിച്ചിട്ട് 90 ഡിഗ്രിയിൽ ആയി വിചാരിച്ചിട്ട് നമ്മൾ വെച്ചു. കറക്റ്റ് 90 ഡിഗ്രി ആണോ? ശരിയല്ല. അപ്പം കറക്റ്റ് 90 ഡിഗ്രിയിൽ അത് ചരിക്കണം വിചാരിക്കുക. റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ
വൈ ആക്സിസിലേട്ടാ. അപ്പൊ എന്ത് ചെയ്യുക, ആർ വൈ എന്നമർത്തുക. ഏത് ആക്സിസ് ആണോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ ആക്സിസിന്റെ പേര് അമർത്തുക, വൈ എന്നമർത്തി. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, ആർ വൈ. അപ്പോൾ വൈ ആക്സിസ് വരും. ഇനി 90 എന്ന് സെലക്ട് ചെയ്താൽ അത് ശരിക്കും അവിടെ 90 ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ക്യൂബ് ആയതുകൊണ്ട് മനസ്സിലാവില്ല, വേറൊരു സാധനം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഈ കേഴ്സറിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് പഠിക്കാം. കേഴ്സർ എന്തിനുള്ളതാണ്? കേഴ്സർ നമ്മൾ എവിടെ കേഴ്സർ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ആ കേഴ്സർ, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ആ കേഴ്സർ പോയിട്ട് എത്തും. മനസ്സിലായല്ലോ? നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യണം വിചാരിക്കുക, ഒരു പുതിയ വസ്തു. ഈ ക്യൂബ് അല്ലാതെ വേറെ ഒരു സാധനമില്ലേ ഈ ബ്ലെൻഡറിൽ? ക്യൂബ് അല്ലാതെ വേറൊരു വസ്തുവില്ല. നമുക്കത് നോക്കാം. ക്യൂബ് അല്ലാതെ വേറെ വസ്തു ഉണ്ട്. ആ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പുതിയ വസ്തുക്കൾ ആഡ് ചെയ്യണം. ആ വസ്തുക്കൾ എവിടെയാണ്? നമുക്ക് പുതിയ വസ്തുക്കൾ ആഡ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം. അപ്പൊ ആഡ് എന്ന ഓപ്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്തോ ചെയ്യുന്നോ ആ ചെയ്യുന്ന ഓപ്ഷൻ, ആ പേരിന്റെ ആ ഒരു ഓപ്ഷൻ, മാച്ച് വരുന്ന ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി, അപ്പൊ ആഡിന്റെ ഓപ്ഷൻ ഞാൻ നോക്കി, ഇവിടെ ഒരു ആഡ് ഉണ്ട്. അപ്പൊ ആഡിൽ നോക്കി, അപ്പൊ അതിൽ പറഞ്ഞു ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എ ആണ്. അതിന്റെ ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എ ആണ്. അതായത് ഇപ്പൊ ഞാൻ ആഡ് ക്ലിക്ക് ചെയ്താലും ഇവിടെ ഈ സ്ക്രീനിൽ പോയിട്ട് ഞാൻ ഷിഫ്റ്റ് എ എന്ന ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്താലും ആഡിന്റെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ പോയിട്ട് ആഡ് ക്ലിക്ക് ചെയ്താലും ഇവിടെ സ്ക്രീനിൽ പോയിട്ട് ഷിഫ്റ്റ് എ ക്ലിക്ക് ചെയ്താലും ആഡിന്റെ ഓപ്ഷൻ വരും. അപ്പൊ നമുക്ക് ഒരു പുതിയ വസ്തു ആഡ് ചെയ്യാം. ആഡിൽ പോയി മെഷിൽ പോയി, ആഡിൽ മെഷ് എന്ന ഓപ്ഷനിൽ പോയി, അതിൽ പല ഷേപ്സ് ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ്? നമുക്ക് മെഷിലാണ് പോകേണ്ടത്. അപ്പം മെഷിലേക്ക് പോയി അതിൽ പല ഒബ്ജക്ട്സ് ഉണ്ട്. ആ ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. പ്ലെയിൻ, ക്യൂബ്, സർക്കിൾ, യു വി സ്ക്വയർ, അങ്ങനെ പല ഷേപ്പ് ഉണ്ട്. സിലിണ്ടർ, കോണ്, ടോറസ് എന്ന് പറഞ്ഞാൽ വട്ടാണ്, ഏതാണ്ട് ഉഴുന്നുവട പോലെ ഉണ്ടാവും. ഗ്രിഡ്, പിന്നെ മങ്കി എന്ന് പറഞ്ഞാൽ കുരങ്ങന്റെ ഒരു തല പോലെ ഉണ്ടാവും, തലയാണ് വരിക. അപ്പോൾ അങ്ങനെ പല എഡിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്കൊരു പ്ലെയിൻ ആഡ് ചെയ്യണം. പ്ലെയിൻ ആഡ് ചെയ്താലോ, പ്ലെയിൻ ക്ലിക്ക് ചെയ്തു, അപ്പോൾ പ്ലെയിൻ വന്നു. പക്ഷേ പ്ലെയിൻ വന്നത് നടുവിലല്ല, മറിച്ച് എവിടെയാണ്? ഇവിടെ എന്താണ് പ്രത്യേകത? ഷിഫ്റ്റ് അമർത്തി സ്ക്രോൾ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞാനത് അലൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ നിങ്ങളൊരു വസ്തു കണ്ടോ? നമ്മൾ നീക്കി വെച്ച കേഴ്സർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതിന്റെ നടുക്കില്. അപ്പൊ എന്താണ് അവിടെ ഉണ്ടായത്? കേഴ്സർ എവിടെ വന്ന് നിൽക്കുന്നോ അവിടെ വരും നമ്മളെ ആഡ് ചെയ്യുന്ന എന്ത് ഒബ്ജക്റ്റും വരും, അവിടെ വരും. അതായത് കേഴ്സർ എവിടെയുണ്ടോ നമ്മൾ ആഡ് ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റും ആ കേഴ്സറിന്റെ സ്ഥാനത്താണ് വന്ന് നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ ക്യൂബിന്റെ മുകളിൽ നമുക്കൊരു മങ്കീനെ ആഡ് ചെയ്യാം. ഓക്കെ, മങ്കി തല. മങ്കീനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കുകയായിരിക്കും, എന്താണ് മങ്കി, എങ്ങനെ ഇരിക്കും മങ്കി എന്നൊക്കെ. അപ്പൊ ഞാൻ മങ്കി എടുക്കാം. മങ്കി. അപ്പോൾ ആഡിൽ പോയിട്ട് മെഷിൽ പോയി മങ്കി എന്നത് സെലക്ട് ചെയ്തു. അപ്പൊ മങ്കിയുടെ ഒരു തല വന്നു. അപ്പോൾ ആ കേഴ്സറിന്റെ സ്ഥാനത്താണ് അവിടെ വന്നത് മങ്കിയുടെ തല വന്നത്. ഇനി ഈ മങ്കിയുടെ തലയുടെ മുകളിൽ നമുക്കൊരു കോണ് കൊണ്ടുപോയി വെക്കാം. അപ്പൊ എന്ത് ചെയ്യാം? മങ്കിയുടെ തലയുടെ അവിടെയായിട്ട് കേഴ്സർ സെലക്ട് ചെയ്ത് വെക്കുക. വളരെ രസകരമാണ്. മങ്കിയുടെ ആ തലയുടെ മുകൾ ഭാഗത്ത് കേഴ്സർ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആഡിൽ തന്നെ പോവുക. നമുക്കൊരു ബർത്ത്ഡേ ഹാറ്റ് പോലെ ആഡിൽ മെഷ് എന്ന സ്ഥലത്ത് ബർത്ത്ഡേ ഹാറ്റ് പോലെ കോൺ എന്ന സംഭവം ക്ലിക്ക് ചെയ്യാം. അപ്പൊ ബർത്ത്ഡേ ഹാറ്റ് പോലത്തെ ഒരു സംഭവം അവിടെ വരും. അതിന് സൈസ് നമുക്ക് ചെറുതാക്കി കൊടുക്കാം. Z ആക്സിസ് ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്താം. കണ്ടോ? ഇപ്പൊ ബർത്ത്ഡേ ഹാറ്റ് പോലെ. അപ്പോൾ നമ്മൾ സൈസ് കൂട്ടാനും റൊട്ടേറ്റ് ചെയ്യാനും സാധനങ്ങൾ ആഡ് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ മറ്റു പല ഓപ്ഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇപ്പം ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ച് അൺഡൂ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു പുതിയ വസ്തു ഞാൻ ആഡ് ചെയ്യാം. അത് വേണ്ടാന്ന് ചോദിക്കുക. നമുക്കത് വേണ്ടാന്ന് തോന്നി. ആ വസ്തു എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ഡിലീറ്റ് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഡിലീറ്റ് എന്ന ബട്ടൺ അമർത്താം. അതായത് നമുക്ക് ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യണം. ഏത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ സെലക്ട് ചെയ്തത്, അതായത് ഡിലീറ്റ് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. വലത് ബട്ടൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ ചോദിക്കും ഓക്കെ ഡിലീറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ ആ സംഭവം
സാധനം ഡിലീറ്റ് ആവുന്നതാണ്. ഓക്കെ, സിമ്പിൾ. അടുത്തതായിട്ട് നമുക്ക് പല പല മോഡുകളെ കുറിച്ച് പഠിക്കാം. മോഡ്, അതിനായിട്ട് ഒരു ഒബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ക്യൂബാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റ് മോഡ് എന്ന് പറഞ്ഞ ഒരു മോഡ് ഇവിടെ കാണാം. ആ മോഡ് ക്ലിക്ക് ചെയ്താൽ, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പല പല മോഡുകൾ കാണാം നിങ്ങൾക്ക്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടതായിട്ട് അടിസ്ഥാനമായിട്ട് മാത്രമേ മനസ്സിലാക്കേണ്ടത് എഡിറ്റ് മോഡും ഒബ്ജക്റ്റ് മോഡും ആണ്. എഡിറ്റ് മോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് മോഡ് ഇത് തന്നെയാണ്. ഒബ്ജക്റ്റ് മോഡിലെ പല പല ഒബ്ജക്ട്സ്, എന്താണ് ഒബ്ജക്റ്റ് മോഡ്? ഒബ്ജക്ട്സ് മോഡിലെ പല പല ഓപ്ഷൻസ് നമുക്ക് മാറി മാറി സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു സാധനം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. UV സ്ഫിയർ. ഇത് കാണുമ്പോൾ ഇതൊരു DJ ഒരു പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ UV സ്ഫിയർ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് മോഡിലെ പല പല വസ്തുക്കളായിട്ട് മാറി മാറി സെലക്ഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലാമ്പ് നമുക്ക് സെലക്ട് ചെയ്യാം, ക്യൂബ് സെലക്ട് ചെയ്യാം, സ്ഫിയർ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ക്യാമറ സെലക്ട് ചെയ്യാം. അപ്പോൾ മാറി മാറി ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ ഒബ്ജക്റ്റ് മോഡിലാണ്. പിന്നെ അവിടെ ക്യാമറയാണ്. ക്യൂബ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എഡിറ്റ് മോഡ് എടുത്തു. അത് ക്യൂബ് സെലക്ട് ചെയ്താണ് എഡിറ്റ് മോഡ് എടുക്കുന്നത്. എഡിറ്റ് മോഡ് എടുത്തു. എഡിറ്റ് മോഡ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ക്യൂബിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടായി. ക്യൂബിന്റെ മൂലയിലൊക്കെ ഓരോ പോയിന്റുകൾ നമുക്ക് കാണാവുന്നതാണ്. എന്താണ് ഈ പോയിന്റുകൾ? ഈ പോയിന്റുകൾ ഇതിന്റെ എഡ്ജുകളാണ്, അതായത് മൂലകളാണ്. ഈ പോയിന്റുകളാണ് ഇതിന്റെ മൂലകൾ. ആ മൂലകൾ നമുക്ക് പിടിച്ചു വലിക്കാവുന്നതാണ്. ഈ പോയിന്റുകൾ എന്ന് പറയുന്നത് അതിന്റെ എഡ്ജാണ്. സോറി, വെർട്ടെക്സ് ആണ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ്, ഭാഗമാണ്, ഈ വര പോലത്തെ. ഈ മൂല എന്ന് പറയുന്നത് വെർട്ടെക്സ് ആണ്. വെർട്ടെക്സ് നമുക്ക് റൈറ്റ് ബട്ടൺ ഉപയോഗിച്ച് അമർത്തി പിടിച്ചതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടാവുന്നതാണ്. അമർത്തി വലിക്കണ്ട, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒപ്പം വരുന്നതാണ്. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ തന്നെ നിൽക്കും. ഇനി നമുക്ക് ഇതുകൂടെ നമുക്ക് പിടിച്ചു വലിക്കാം. ഇത് നമ്മളിങ്ങനെ പിടിച്ചു വലിച്ചു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, പിടിച്ചു വലിച്ചു, ലെഫ്റ്റ് ബട്ടൺ അവിടെ കൊണ്ടായിട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കും. അങ്ങനെ നമുക്ക് ഷേപ്പ് മാറ്റാവുന്നതാണ്. പക്ഷേ എഡിറ്റ് മോഡിലെ ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ക്യൂബ് നമ്മൾ സെലക്ട് ആയി ഇരിക്കുകയാണ്. അത് ഒബ്ജക്റ്റ് മോഡിൽ മാത്രമേ പല പല വസ്തുക്കളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് എഡിറ്റ് മോഡിൽ, ഇപ്പോൾ സ്ഫിയർ നമ്മൾ സെലക്ട് ചെയ്തു, എഡിറ്റ് മോഡിൽ നമുക്ക് പല പല വസ്തുക്കളായിട്ട് മാറി മാറി സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അത് അതിൻ്റെ തന്നെ എഡിറ്റിങ്ങിനായിട്ട് ഉള്ള ഒരു ഓപ്ഷൻ മോഡാണ് അത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എഡിറ്റ് മോഡും ഒബ്ജക്റ്റ് മോഡും നിങ്ങൾ മനസ്സിലാക്കി. മറ്റു പല പല മോഡുകളുണ്ട്. സ്കൾപ്റ്റ് മോഡ് എന്നുള്ളത് നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ളതാണ്. അത് മറ്റൊരു ട്യൂട്ടോറിയൽ ഞാൻ അവതരിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ക്യൂബ് മാത്രമായി. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ ഓപ്ഷനാണ്, മെത്തേഡ് ടു ഡിസ്പ്ലേ ഷെയ്ഡ് ഒബ്ജക്ട്സ് ഇൻ 3D വ്യൂ. എന്താണത്? സോളിഡ് മോഡും. ഇപ്പോൾ സോളിഡ് മോഡിലാണ് നിൽക്കുന്നത്, അതായത് ഇതിൻ്റെ രൂപത്തിൽ സോളിഡ് പോലെയാണ്. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഒന്നുമല്ല, അതൊന്നും ഇതിലില്ല. ഇതിൽ പല പല ഓപ്ഷൻസ് കാണാം. വ്യൂ പോർട്ട് ഷെയ്ഡിങ് എന്നാണ് ഈ ഒരു ഓപ്ഷൻ്റെ പേര്. അതിൽ പല പല വ്യൂ പോർട്ട് ഉണ്ട്, ബൗണ്ടിങ് ബോർഡ്സ്, പല പല 3D വ്യൂ ആണ് ഇതൊക്കെ. വയർ ഫ്രെയിം മോഡ്, പിന്നെ സോളിഡ്, പിന്നെ ടെക്സ്ചർ, പിന്നെ മെറ്റീരിയല്, പിന്നെ റെൻഡേഡ് മൂവി. നമ്മൾ സിനിമ കാണുമ്പോൾ എങ്ങനെയിരിക്കും ഈ ഒരു വസ്തു, സിനിമയിൽ ഈ വസ്തു എങ്ങനെ ഇരിക്കും, നമ്മൾ ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വസ്തു എങ്ങനെ ഇരിക്കും, അതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ആകെ ഒരു ഇതാണ് രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഭംഗിയൊന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിനെ ബാക്ക്ഗ്രൗണ്ട് വെച്ചു കൊടുത്താൽ ഭയങ്കര നല്ല ഭംഗി ഉണ്ടാകും. പിന്നെ ഇതിനെ
ഈ വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുക്കളെ കളർ ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയറിൽ പറ്റും. അതോടൊപ്പം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുവാനും നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ പറ്റും. അപ്പോൾ അതാണ് റെൻഡേർഡിൻ്റെ ഉപയോഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓപ്ഷൻസ് മനസ്സിലാക്കി തിരിച്ച് സോളിഡിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമ്മൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ വളരെ ആസ്വദിച്ച് കണ്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കാത്തിരിക്കുക, ഞാൻ അടുത്ത വീഡിയോയിൽ പുതിയ ഒരു ട്യൂട്ടോറിയൽ അവതരിപ്പിക്കാം. അതിൽ മറ്റൊരു ഭാഗം ഞാൻ അവതരിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.